ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നാട്ടിൽ വരുന്ന വ്ലോഗാണ് പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വ്ലോഗ്. അപ്പോൾ എല്ലാവരും ആദ്യം അത് പോയി ഒന്ന് കണ്ടതിന് ശേഷം ഈ വ്ലോഗ് കാണുക, അപ്പോഴേ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഫൈനലി ഇതേ നമ്മൾ ദുബായിലെത്തി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫ്ലൈറ്റിൽ കയറുകയാണ്. എൻ്റെ മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നാട്ടിൽ പോവാണല്ലോ. നാട്ടിൽ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളവിടെ എത്തിയതും ഫ്ലൈറ്റിൽ കയറിയതും അവളുടെ കലാപരിപാടികൾ അങ്ങ് തുടങ്ങി. ഒരു മിനിറ്റ് അവൾ അടങ്ങിയിരിക്കില്ല. എങ്ങനെയാണ് 4-4.5 മണിക്കൂർ അവളേറ്റിരിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം പിന്നെ അവൾ ജ്യൂസ് കുടിച്ചിട്ടാണെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയുണ്ട് മൽക്ക വിൻഡോ സീറ്റും ജ്യൂസും? മക്കു അവൾ എൻജോയ് ചെയ്യാൻ അവളുടെ വിൻഡോ സീറ്റും ജ്യൂസ്. ഫ്ലൈറ്റ് എടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ കുട്ടിക്ക് ബസ് തുടങ്ങി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണുള്ളത്. ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. മൽക്ക അവരുടെ പരിപാടികൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ബുദ്ധിമുട്ടിക്കലാണ്, അടങ്ങിയിരിക്കുന്നേ ഇല്ല. ഇവിടെ ഒരാളുണ്ട്, ഈ മനുഷ്യൻ കാണിക്ക് സോ ബുദ്ധിമുട്ടിക്കലായിരുന്നു. ഇന്നത്തെ ഒരു ഫുൾ ഡേ ഞാൻ ഉറങ്ങിയിട്ടില്ല 3 ദിവസമായിട്ട്. കണ്ണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ഒന്ന് ഉറങ്ങണം ടേക്ക് ഓഫ് ചെയ്തിട്ട്, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ബാക്കി വരുന്ന വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഓക്കെ, ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. അവര് ബൈ പറ. എന്താ പൊങ്ങാൻ പോവാ? അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ നല്ല സേഫായിട്ട് ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മൽക്കൊക്കെ വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. സോ അവൾ ബർഗറൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കുറച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊരു ഒറ്റ ഉറക്കം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എൻ്റെ പ്ലാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മൽക്കൻ്റെതായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെല്ലൂന് ഉറങ്ങിക്കിടക്കുന്ന സെല്ലൂൻ്റെ മേലിൽ പോയിട്ട് കയറിയിട്ട് ഇരിക്കുക, എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക. അവൾ എന്തൊക്കെയാണ് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ അവൾ ചെയ്തു. ഞാനാണെങ്കിൽ ഭയങ്കര ടയർഡായിട്ട് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും മറ്റാൾ വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, അവൾ പറയുന്നത് പോലെ അങ്ങ് കേട്ടിരിക്കാം എന്നുള്ള കാര്യത്തിലെത്തി ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ അവളുടെ കളികളൊക്കെ അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ പിന്നെ അവൾ എന്തൊക്കെയോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വായിൽ വെച്ച് കുത്തി തീറ്റിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും വായിൽ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു. അവളുടെ നോട്ട്നെസ് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. ഈ 4 മണിക്കൂർ ഇത്ര മാരേജ് എന്താ ചെയ്തത്? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഉറങ്ങാൻ, നീ എന്താ ഉറങ്ങാത്ത? ഈ പപ്പനെ ഉപദ്രവിച്ചാ? ഈ ഫ്ലൈറ്റ് മൊത്തം മറിച്ചിട്ടാ, ചാടിയിട്ടും കേറിയിട്ടും മറിഞ്ഞിട്ടും അങ്ങനെ മൽക്കാൻ ഫൈനലി എവിടെ എത്താൻ പോവാണ്? നാട്ടിലെത്താൻ പോവാല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നത്? അവരാ അവരേഷ്
അങ്ങനെ ഫ്ലൈറ്റിലെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിതേ ലാൻഡ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഫ്ലൈറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ബോറിംഗ് പരിപാടിയാണല്ലേ. എനിക്കങ്ങനെ തോന്നിയത്. ഉറങ്ങുന്നവർക്കാണെങ്കിൽ അതൊരു ബെസ്റ്റ് ചോയ്സാണ്. പക്ഷേ എൻ്റെ മോൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നിനും പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കണേ. കോഴിക്കോട് എത്തിയിരിക്കണേ. നമുക്ക് നമ്മളെവിടെ എത്തിയിരിക്കണേ? എവിടെ? കോഴിക്കോടാണോ കാലിക്കറ്റാണോ? അവരീഷ് ഗേൾ ഹായ് ഹായ് അവരാ എന്നിട്ട് ചാടി എങ്ങിട്ട് നാട്ടിലാ? എന്തോ നടന്നോ? ആർ യു ഹാപ്പി? ഹാപ്പി? എത്ര ഹാപ്പിയാണ്? എത്ര 1000 ഹാപ്പി? അനക്ക് എവിടെ നമ്മൾ എത്ര എനർജി ഒരു പൊടിക്കോ? അത് വാപ്പാരൊക്കെ ടയേർഡായിട്ട് പോകുന്നത്. മോളിവിടെ ഫുള്ളോട് കാണാൻ. അപ്പം നമുക്ക് വേറെ കാണണ്ട. നൂർജുമാനെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ മോളെ ഒന്നും തരില്ലാതാ? എവിടെ എത്തിയെന്ന് എനിക്ക് വല്ല ബോധമുണ്ടാ? ഇല്ല. എവിടെ എത്തിയിരിക്കണത്? എന്ത് അപമാനിക്കലടി മൽക്ക. ഈ ഇവിടെ എത്തിയത്? അങ്ങനെ ഇതേ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് എല്ലാ പരിപാടിയും സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഞങ്ങൾ ഇതേ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഫൈനലി നിങ്ങൾ എത്തിയില്ലേ? പിന്നല്ല ഇന്നെ കാണിക്കണ്ടല്ലോ, നിങ്ങളെ കാണിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത്. ഒച്ചത്തില് ഇവിടെ കൊറേ റെയിനൊക്കെ ഉണ്ട് മൽക്ക. എന്താണ് ഒച്ചത്തില്? കൊറേ റെയിൻ ഉണ്ടാ? നിനക്ക് ഇഷ്ടായ? മഴ പെയ്യുന്ന ഇഷ്ടായ? എന്തുണ്ടെന്ന്? ഫ്ലൈറ്റ്സോ? നമ്മളിപ്പോ എവിടെ ഉള്ളത്? പുറത്ത് കാലിക്കറ്റ് അല്ലേ? നമ്മൾ നേരെ എങ്ങോട്ടാ മോളെ പോണത്? എനിക്ക് ഓരോ കാണാൻ എക്സൈറ്റഡ് ആവണ്ട? ഇത് വരുന്ന നൂർജമാ വരാം. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക പറയും മൽക്ക. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തതും നാട്ടിൽ നല്ല മഴയായിരുന്നു. നല്ല മഴയൊക്കെ കാണാൻ പറ്റി. ഇറങ്ങിയപ്പോൾ തന്നെ മൽക്കയുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. കാരണം സെല്ലുവിൻ്റെ ഫ്രണ്ടും വൈഫും ആയിരുന്നു പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോഴുള്ളൊരു മുഖം മാറ്റമായിരുന്നു അത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ്. സെല്ലുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. മൽക്ക എത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി
എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ എത്തിയതും നല്ല മാംഗോ ജ്യൂസ് ആയിരുന്നു കുടിച്ചത്. നല്ല നട്ടപ്പാതിരായതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി കാര്യമായിട്ടുള്ള ഫുഡൊന്നും വേണ്ട, കഴിക്കാൻ പറ്റില്ല, ഓൾറെഡി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മൽക്കയും മിറിക്കും എല്ലാവരും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ നല്ല ഹാപ്പി. അതിനിടയിലാണ് ഒരു പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കൂടി നടന്നത്. കാരണം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾക്കേ അത് ഓർമ്മയില്ലായിരുന്നു. അപ്പം നമ്മൾ ദേ വന്നപ്പോഴേക്കും അവരവിടെ സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് എനിക്കുണ്ടായത്. അത് വല്ലാണ്ട് അങ്ങ് ക്യാപ്ചർ ആവാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ ഫേസിൽ ഇങ്ങനെ വലിയൊരു സർപ്രൈസും പോലൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വാവനെടുത്ത് കളിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് വല്ലാണ്ടൊരു പരിചയമൊന്നും അവനില്ലായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് നട്ടപ്പാതിര പട്ടാപ്പകലാക്കി മാറ്റിയ പോലെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. കേക്ക് തന്നപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം നക്കി തിന്നുന്നുണ്ടല്ലോ. ഞാൻ അവഗണിച്ചുകൊണ്ടേയിരിക്കും. യെസ്, ഇപ്പം തുടങ്ങും. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലൈറ്റായിട്ടുള്ള ഫുഡ് മതി. കാരണം ടൈം ഇതായതുകൊണ്ട് നമ്മൾ അധികം അങ്ങ് കഴിക്കൂല എന്നുള്ളത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉമ്മാൻ്റെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ സ്വർഗം കാണാമെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആദ്യം മോൾക്ക് വാരി കൊടുക്കുകയായിരുന്നു. പിന്നീട് ഞാനും കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. എപ്പോഴും നമ്മളിവിടെ ഉണ്ടാകുമ്പം ഉമ്മാൻ്റെ ഫുഡിന് വലിയ വില ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാലം അങ്ങ് വീട് വിട്ട് മാറി നിൽക്കണം. അപ്പോഴേ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിക്കുകയാണ്. കാരണം ഇത്രയും മാസം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് മടുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. കുറേ ടൈം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. നല്ല ലൈറ്റായിട്ടായിരുന്നു പിന്നെ ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ നാട്ടിലെത്തിയ വിശേഷം. എന്തായാലും ഓവറോൾ ഹാപ്പി ഗുഡ് ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല നാട്ടിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.